സോ MCQs വിസിബിൾ അല്ലേ? അല്ലേ? ഇനി നിങ്ങളൊക്കെ മൈക്ക് മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കണം. നമുക്കിതൊരു ഡിസ്കഷനിൽ ഇപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ കോൺട്രിബ്യൂട്ടർ ഓഫ് ബ്ലഡ് വിസ്കോസിറ്റി. ബ്ലഡിന്റെ വിസ്കോസിറ്റി നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞതായിരുന്നു. ബ്ലഡിന്റെ വിസ്കോസിറ്റി വാട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 5 times കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഏത് പ്ലാസ്മ പ്രോട്ടീൻ ആണ് ബ്ലഡിന്റെ വിസ്കോസിറ്റിയുടെ മെയിൻ കോൺട്രിബ്യൂട്ടർ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ബിലിറുബിൻ. ആൽബുമിൻ ആക്ച്വലി പറഞ്ഞാല് ആൽബുമിൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ ആണ്. അതായത് പ്ലാസ്മ ഓസ്മോട്ടിക് പ്രഷറിനെ കൂട്ടാൻ ആൽബുമിൻ ഫൈബ്രിനോജൻ ആണ് ആൻസർ. സോ പ്ലാസ്മ പ്രോട്ടീൻ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞു. ഈ അതിനകത്ത് ആൽബുമിൻ മെയിൻലി ഹെൽപ്പ് ചെയ്യുന്ന എന്തിനായിരിക്കും? ആൽബുമിൻ മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആൽബുമിൻ ഹെൽപ്പ് ചെയ്യുന്നത്. വൈൽ ബ്ലഡ് വിസ്കോസിറ്റി ബൈ ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ ആൻഡ് മെയിൻലി ബൈ ഫൈബ്രിനോജൻ ആയിരിക്കും. So the answer is fibrinogen. സ്ലൈഡ് മാറുന്നുണ്ടോ? ഇല്ല. So next question, then already നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഓങ്കോട്ടിക് പ്രഷർ ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ആൽബുമിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്മ പ്രോട്ടീന്റെ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. മെയിൻലി പ്ലാസ്മ പ്രോട്ടീന്റെ ഫംഗ്ഷൻ ആയിരിക്കും വാട്ട് ടു മെയിൻറ്റെയിൻ ദ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ വിച്ച് ഈസ് എക്സേർട്ടഡ് ബൈ പ്ലാസ്മ പ്രോട്ടീനെയാണ് നമ്മൾ ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഓങ്കോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഏത് പ്ലാസ്മ പ്രോട്ടീൻ ആയിരിക്കും? മെയിൻലി ഈസ് ബിക്കോസ് ഓഫ് ആൽബുമിൻ ആയിരിക്കും. വൈൽ വിസ്കോസിറ്റി ഈസ് മെയിൻലി ബൈ ഫൈബ്രിനോജൻ ആയിരിക്കും. ഈ രണ്ട് ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? Yes, doctor. So third one, which of the following condition is not related with the polycythemia? Which of the following condition is not related with the polycythemia? Congenital heart disease, renal disease, anemia. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനീമിയ ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്. സോ പോളിസൈത്തീമിയ എന്താണെന്ന് അറിയെങ്കിൽ തന്നെ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? സോ പോളിസൈത്തീമിയ എന്തായിരിക്കും? RBCയുടെ കൗണ്ട് കൂടുന്നതായിരിക്കും. അത് എവിടെയൊക്കെ വരാം? കൺജനൈറ്റൽ ഹാർട്ട്, അതായത് എന്തെങ്കിലും ഹൈപ്പോക്സിക് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ RBCയുടെ കൗണ്ട് അവിടെ കൂടാം. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിൽ എന്ത് വരും? ഇൻ കേസ് ഓഫ് സൈനോട്ടിക് ആൻഡ് ഓൾ ഓർ അവിടെ ഒരു ഹൈപ്പോക്സിയ ഡെവലപ്പ് ആകും. ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസിനകത്ത് ഒരു ഹൈപ്പോക്സിയ ഉണ്ടാകും. ഹൈപ്പോക്സിയ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ RBCയുടെ പ്രൊഡക്ഷൻ കൂടും. സോ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ പോളിസൈത്തീമിയ. ദെൻ എന്തുകൊണ്ടാണ് റീനൽ ഡിസീസിൽ പോളിസൈത്തീമിയ വരുന്നത്? എറിത്രോപോയിറ്റിൻ റിലീസ് ഉണ്ടാകും റീനൽ ഡിസീസസിനകത്ത്. എറിത്രോപോയിറ്റിൻ എവിടുന്നാണ് റിലീസ് ആകുന്നത്? നമ്മുടെ ജസ്റ്റഗ്ലോമറുലർ അപ്പാരറ്റസിൽ നിന്നാണ് എറിത്രോപോയിറ്റിന്റെ റിലീസ് ഉണ്ടാകുന്നത്. ഒരു റീനൽ ഹൈപ്പോക്സിയ വരികയാണെങ്കിൽ അവിടെ എന്ത് റിലീസ് ഉണ്ടാകും? എറിത്രോപോയിറ്റിന്റെ റിലീസ് ഉണ്ടായിട്ട് എക്സസ് ആയിട്ടുള്ള RBC ഫോർമേഷൻ സംഭവിക്കാം. ക്ലിയർ? സോ മറ്റുള്ള കണ്ടീഷനും എന്താണെന്നൂടെ റൂൾ ഔട്ട് ചെയ്ത് നമുക്ക് പൊക്കോണ്ടിരിക്കാം. സോ ഇതിനകത്ത് ഏതൊക്കെ കണ്ടീഷനിൽ പോളിസൈത്തീമിയ വരാം? കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിൽ വരാം, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസിൽ വരാം. ഈ രണ്ടിലും എന്തായിരിക്കും റീസൺ? ഹൈപ്പോക്സിയ വരുന്ന കാരണം എക്സസ് ആയിട്ടുള്ള RBC. ആ ഹൈപ്പോക്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോഡി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി എന്ത് ചെയ്യും? എക്സസ് ആയിട്ടുള്ള RBCനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ആൻഡ് റീനൽ ഡിസീസിനകത്ത് ബിക്കോസ് ഓഫ് എക്സസ് റിലീസ് ഓഫ് എർത്രോപോയിറ്റിൻ കാരണം അവിടെ RBCയുടെ പ്രൊഡക്ഷൻ കൂടുന്നതായിരിക്കും. റൈറ്റ്. And another easy question, during erythropoiesis which stage hemoglobin will start appearing? Intermediate normal. So നമ്മളെ എർത്രോപോയിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറെ സീരീസ് ഓഫ് ചേഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു പ്രോ എർത്രോബ്ലാസ്റ്റ്, ഏർലി നോമോബ്ലാസ്റ്റ്, ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റ്, ലേറ്റ് നോമോബ്ലാസ്റ്റ് ആൻഡ് റെട്ടിക്കുലോസൈറ്റ്. ഇതിനകത്തെല്ലാം ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തായിരിക്കും? RBCയുടെ സൈസ് കുറഞ്ഞു വരും, ഹീമോഗ്ലോബിൻ അപ്പിയർ ആകും, ന്യൂക്ലിയസ് ഡിസപ്പിയർ ആകും, അതേപോലെ തന്നെ സ്റ്റെയിനിങ്ങിലും മാറ്റം ഉണ്ടാവും. സോ ഫസ്റ്റ് ഹീമോഗ്ലോബിൻ അപ്പിയർ ആവുന്ന ഏത് സ്റ്റേറ്റിലായിരിക്കും? ഹീമോഗ്ലോബിൻ അപ്പിയർ ആവുന്ന ഏത് സ്റ്റേറ്റിലായിരിക്കും? ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. റൈറ്റ്. എവിടെയാണ് ഏതിനകത്തായിരിക്കും സിന്തസിസ് സംഭവിക്കുന്നത്? സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ എവിടെയായിരിക്കും സംഭവിക്കുന്നത് അറിയോ? അത് ഹീമോഗ്ലോബിൻ രണ്ട് പാർട്ട് ഉണ്ട്, ഹീമോ ഉണ്ട്, ഗ്ലോബിൻ ഉണ്ട്. ഹീം പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അയൺ. ആക്ച്വലി ഹീം എന്ന് പറഞ്ഞാൽ അയൺ മാത്രമല്ല, ഹീം എന്ന് പറഞ്ഞാൽ അയൺ പോർഫൈറിൻ കോംപ്ലക്സിനാണ് നമ്മൾ ഹീം എന്ന് പറയുന്നത്. ഓക്കെ, അയൺ പോർഫൈറിൻ കോംപ്ലക്സിനായിരിക്കും നമ്മൾ ഹീം എന്ന് പറയുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലായിരിക്കും. നമ്മൾ പറഞ്ഞു മെച്ചുവർ ആയിട്ടുള്ള RBCക്കകത്ത് ന്യൂക്ലിയസോ മൈറ്റോകോൺട്രിയോ ഒന്നുമില്ല, പക്ഷെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? ഇന്റർമീഡിയറ്റിലാണ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൈറ്റോകോൺട്രിയ. ആ മൈറ്റോകോൺട്രിയയിലായിരിക്കും എന്തിന്റെ സിന്തസിസ് നടക്കുന്നത്? ഹീമോഗ്ലോബിന്റെ സിന്തസിസ് നടക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്ക്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹീം പാർട്ട് ആൻഡ് എ ഗ്ലോബിൻ പാർട്ട്. ഹീം പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് അയൺ പോർഫൈറിൻ കോംപ്ലക്സ് ആയിരിക്കും. അയൺ പോർഫൈറിൻ കോംപ്ലക്സിനായിരിക്കും നമ്മൾ ഹീം പാർട്ട് എന്ന് പറയുന്നത്. വൈൽ ഗ്ലോബുലിൻ പാർട്ട് എന്തായിരിക്കും? 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആയിരിക്കും. 2 ആൽഫ 2 ബീറ്റ. നമ്മൾ അഡൽട്ട് ഹീമോഗ്ലോബിനും ഫീറ്റ് ഹീമോഗ്ലോബിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അഡൽട്ട് ഹീമോഗ്ലോബിനകത്താണെങ്കിൽ 2 ആൽഫ 2 ബീറ്റ ചെയിൻസ് ആയിരിക്കും. ഫീറ്റൽ ആണെങ്കിൽ 2 ആൽഫ 2 ഗാമ ആയിരിക്കും. സോ എന്താണ് ഈ 2 ആൽഫ 2 ബീറ്റ എന്ന് പറയുന്നത്? നമ്മുടെ ഗ്ലോബിനകത്തുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആയിരിക്കും. സോ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീമോഗ്ലോബിനകത്ത് 2 പാർട്ടായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ഹീം പാർട്ട് ഉണ്ടായിരിക്കും. ഹീം പാർട്ട് എന്ന് പറഞ്ഞാൽ അയൺ പ്ലസ് പോർഫൈറിൻ ആയിരിക്കും. വൈൽ ഗ്ലോബിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ 4 പോളിപെപ്റ്റൈഡ് ചേർന്നിട്ടായിരിക്കും ഈ ഗ്ലോബിൻ പാർട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നത്. സോ ഇതിന്റെ സിന്തസിസ് ഏത് സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു? ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റിനായിരിക്കും ഹീമിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹീം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയിലായിരിക്കും അതിന്റെ സിന്തസിസ് സംഭവിക്കുന്നത്. ആൻഡ് ഗ്ലോബിൻ എവിടെയായിരിക്കും? ഗ്ലോബിൻ എന്താണ്? റൈബോസോംസ്, അതായത് പ്രോട്ടീൻ അമിനോ ആസിഡ്സ് അല്ലേ, റൈബോസോംസിനകത്തായിരിക്കും ഗ്ലോബുലിന്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഹീമോഗ്ലോബിൻ അപ്പിയർ ആവുന്ന അല്ലാണ്ട് വേറെ എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കുന്നത് നമ്മുടെ എറിത്രോപോയിസിസിനകത്ത്? ഒന്ന് RBCയുടെ സൈസ് 20 മൈക്രോണിൽ നിന്നും കുറഞ്ഞിട്ട് 7 മൈക്രോണിലേക്ക് വരും. റൈറ്റ്. അടുത്ത എന്തായിരിക്കും? ന്യൂക്ലിയസും ന്യൂക്ലിയലസും ഉണ്ടായിരിക്കും. അതെല്ലാം വന്നിട്ട് ഡിസപ്പിയർ ആകും. ഏത് സ്റ്റേറ്റിലാണ് ന്യൂക്ലിയസ് ഡിസപ്പിയർ ആകുന്നത്? ഏത് സ്റ്റേജിലായിരിക്കും ന്യൂക്ലിയസ് ഡിസപ്പിയർ ആകുന്നത്? ലേറ്റ് നോമോബ്ലാസ്റ്റ്. ലേറ്റ് നോമോബ്ലാസ്റ്റിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം. ലേറ്റ് ഫേസ് ഓഫ് ലേറ്റ് നോമോബ്ലാസ്റ്റിനകത്തായിരിക്കും ന്യൂക്ലിയസ് ഡിസപ്പിയർ ആകുന്നത്. ആ പ്രോസസ്സ് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? Pyknosis. Yeah. So the process by which the nucleus disappears and disintegrate, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈക്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരിക്കും. പിന്നെ മെയിൻലി ഉണ്ടാകുന്ന ചേഞ്ചസ് സ്റ്റെയിനിങ് പാറ്റേണിലുള്ള ചേഞ്ചസ് ആയിരിക്കും. ആദ്യം ഹീമോഗ്ലോബിൻ ആബ്സെന്റ് ആണ്, ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. സോ ആദ്യം ബേസോഫിലിക് ആയിരിക്കും. ദെൻ ഹീമോഗ്ലോബിൻ വരുന്ന അനുസരിച്ചിട്ട് അത് അസിഡിക്കിന് സ്റ്റെയിൻ ആയിട്ട് ഫൈനലി അത് അസിഡിക് സ്റ്റെയിനിങ് ആയിട്ട് മാറും. സോ ഇത്ര ആയിരിക്കും നമ്മുടെ എറിത്രോപോയിസിസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ക്ലിയർ?
ഈ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും പോയിന്റ് അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് പറഞ്ഞ പോലെ ഡിസ്കഷൻ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് മൈലോഡ് സ്റ്റേജ് ഓഫ് എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന മൈലോഡ് സ്റ്റേജ്? മൈലോഡ് സ്റ്റേജ് ഓഫ് എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ ഏത് സ്റ്റേജിലാണ് മൈലോഡ് ആഫ്റ്റർ ബർത്ത് ആണോ? 20th week of gestation. From 7 to 8 months. 20th week of. എന്തിനാണ് മൈലോഡ് സ്റ്റേജ് എന്ന് പറയണത്? 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു 3 സ്റ്റേജസ്? ഫസ്റ്റ് Hepatic stage. ഫസ്റ്റ് ഏതായിരുന്നു? മീസോബ്ലാസ്റ്റിക് മീസോബ്ലാസ്റ്റിക് സ്റ്റേജ്, ഹെപ്പാറ്റിക് മൈലോയിഡ് സ്റ്റേജ്. മീസോബ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ യോക്സാക്കി എന്നുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും. അത് എത്ര നാളായിരിക്കും? യോക്സാക്കിന് ഏത് മന്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 months വരെ. 2 months. ഇനീഷ്യലി അറ്റ് 2 months ഓഫ് ജസ്റ്റേഷൻ യോക്സാക്കിന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബൈ 3rd month ആര് വരുന്നു? നമ്മുടെ ലിവറും സ്പ്ലീനും വരും. മെയിൻലി ബൈ ലിവർ ആയിരിക്കും. സോ അതിനെ നമ്മൾ ഹെപ്പാറ്റിക് ഫേസ് എന്ന് പറയും. ആൻഡ് 20th വീക്ക് ആകുന്നതോടെ ആയിരിക്കും ബോൺ മാരോന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 7th to 8th month ആകുമ്പോഴത്തേക്ക് മെജോറിറ്റി ഫ്രം ബോൺ മാരോ ആയിരിക്കും. സോ ബോൺ മാരോന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ മൈലോഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ 20th വീക്ക് ഓഫ് ജസ്റ്റേഷൻ ആയിരിക്കും മൈലോഡ് സ്റ്റേജ് ഓഫ് എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ, എറിത്രോപോയിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? 3 സ്റ്റേജ് പറഞ്ഞു. 3 സ്റ്റേജിന്റെയും ടൈം അറിഞ്ഞിരിക്കുക. മൈലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രം ദ ബോൺ മാരോ മൈലോഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഒരു ഡിഫറൻസ് പറയാം. ഈ ഇപ്പൊ ബോൺ മാരോ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാ ബോൺ മാരോന്നും പ്രൊഡക്ഷൻ ഉണ്ടാവോ? ഫ്രം ഓൾ ദ ബോൺസ് ബോൺ മാരോന്ന് പ്രൊഡക്ഷൻ ഉണ്ടാവോ? അതോ ഏത് ബോൺസ് ആയിരിക്കും ഹീമോപോയിസിന് ഹെൽപ്പ് ചെയ്യുന്നത്? Long bones. ഇനീഷ്യലി എല്ലാ ബോൺസും ആക്റ്റീവ്. ഈ നമ്മള് റെഡ് ബ്ലഡ് സെൽ ഫോർമേഷൻ ഉള്ള ബോൺമാരോ നമ്മൾ ആക്റ്റീവ് ബോൺമാരോ എന്നായിരിക്കും പറയുന്നത്. ഇനീഷ്യലി ഇൻട്രായൂട്രൈൻ ലൈഫിൽ എല്ലാ ബോൺമാരോയിൽ നിന്നും നമ്മുടെ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഓക്കെ, ബട്ട് ബർത്ത് ആകുന്നതോടെ എന്ത് സംഭവിക്കും? ലോങ് ബോൺസിൽ ഫാറ്റ് ഡിപ്പോസിഷൻ സംഭവിക്കും. ഓക്കെ, അപ്പം ഫാറ്റ് ഡിപ്പോസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബോൺമാരോയെ പറയുന്നതായിരിക്കും എന്താ 2 types ഓഫ് ബോൺമാരോ ഏതൊക്കെയാ? 2 types ഓഫ് ബോൺമാരോ അറിയോ? റെഡ് ബോൺമാരോ, യെല്ലോ ബോൺമാരോ. നമുക്ക് ബോൺമാരോ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ബർത്തിന് ശേഷം ലോങ് ബോൺസിൽ ഫാറ്റ് ഡിപ്പോസിഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ ആ ബോൺമാരോനെ യെല്ലോ ബോൺമാരോ എന്നായിരിക്കും പറയുന്നത്. ആൻഡ് യെല്ലോ ബോൺമാരോസ് ആർ ഇൻആക്റ്റീവ്. ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞാല് യെല്ലോ ബോൺമാരോ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. ഓക്കെ, സോ ഡിഫറൻസ് മനസ്സിലായോ? ബോൺമാരോ റെഡ് ആൻഡ് യെല്ലോ ബോൺമാരോ. റെഡ് ബോൺമാരോ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് റെഡ് സെൽസിന്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. വൈൽ യെല്ലോ ബോൺമാരോ എന്ന് പറഞ്ഞാൽ ഇൻആക്റ്റീവ് ആയിരിക്കും. ഫാറ്റ് ഡിപ്പോസിഷൻ സംഭവിച്ചു കഴിഞ്ഞു. സോ it won't take part in the formation of the blood cells. ഇനി എവിടെയൊക്കെയാണ് യെല്ലോ ബോൺമാരോ എവിടെയൊക്കെയാണ് റെഡ് ബോൺമാരോ നമുക്ക് അറിയണ്ടേ? നമ്മുടെ ആക്സിയൽ സ്കെലട്ടൺ അല്ലേ? എന്തൊക്കെ ആക്സിയൽ സ്കെലട്ടൺ എന്ന് പറയുന്നത്? നമ്മുടെ സ്കൾ, നമ്മുടെ വെർട്ടിബ്രേ, സ്റ്റേർണം, നമ്മുടെ പ്യൂബിക് ബോൺ, നമ്മുടെ സേക്രൽ ബോൺ, ഇതിനൊക്കെ നമ്മുടെ ആക്സിയൽ സ്കെലട്ടൺ ഉള്ള ബോൺസ്. ആക്സിയൽ സ്കെലട്ടൺ ഉള്ള ബോൺസ് ആയിരിക്കും എന്തിലാണ് ആക്റ്റീവ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്? ആക്റ്റീവ് ബോൺമാരോ ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് മീൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ റെഡ് സെൽസ് പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ടാവും. ലോങ് ബോൺസ്, ലോങ് ബോൺമാരായിരിക്കും. എസ്പെഷ്യലി ദ പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ലോങ് ആക്റ്റീവ് ബോൺമാരെ കാണാൻ പറ്റും. അവിടെയും പ്രൊഡക്ഷൻ സംഭവിക്കാം. ക്ലിയർ? ബോൺമാരോയില് പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് മൈലോഡ് സ്റ്റേജ് എന്ന് പറയും. 20th വീക്ക് ഓഫ് ജസ്റ്റേഷനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ മൈലോഡ് ഫേസ് എന്നായിരിക്കും പറയുന്നത്.
ഇനീഷ്യലി എല്ലാ ബോൺ മാരോയിൽ നിന്നും പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും. ബട്ട് ബൈ ദ ടൈം ഓഫ് ബർത്ത് ലോങ് ബോൺസിൽ ഫാറ്റ് ഡിപ്പോസിഷൻ സംഭവിക്കുന്ന ബോൺ മാരോ, അപ്പോൾ അതിന് നമ്മൾ ഇനാക്റ്റീവ് ബോൺ മാരോ എന്ന് പറയും, ഓർ യെല്ലോ ബോൺ മാരോ എന്ന് പറയും. സോ എവിടെയായിരിക്കും ആക്റ്റീവ് ബോൺ മാരോസ് ഉണ്ടായിരിക്കുന്നത്? ആക്സിയൽ സ്കെലറ്റനിലായിരിക്കും ആക്റ്റീവ് ബോൺ മാരോ ഉണ്ടായിരിക്കുന്നത്. ലോങ് ബോൺസിലായിരിക്കും ഇനാക്റ്റീവ് ബോൺ മാരോ ഉണ്ടായിരിക്കുന്നത്. ഇസ് ദിസ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷില്ലിംഗ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു റൂൾ ഔട്ട് വാട്ട്? ഷില്ലിംഗ് ടെസ്റ്റ് എന്താണ്? അത് എന്തിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പെർനീഷ്യസ് അനീമിയനെ. ഒരു മിനിറ്റ്. സോ നമ്മുടെ ഷില്ലിംഗ് ടെസ്റ്റ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? പെർനീഷ്യസ് അനീമിയനെ റൂൾ ഔട്ട് തന്നെയാണ്. എന്താണ് പെർനീഷ്യസ് അനീമിയ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ തമ്മിലുള്ള ഡിഫറൻസ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് vitamin B12 and folic acid. വൈറ്റമിൻ B12ന്റെയും ഫോളിക് ആസിഡിന്റെയും ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അനീമിയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ എന്താവശ്യമാണ് നമുക്ക്? intrinsic ഫാക്ടർ ആവശ്യമാണ്. ആ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അനീമിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? pernicious അനീമിയ എന്ന് പറയുന്നത്. സോ ആ പെർനീഷ്യസ് അനീമിയനെ നമ്മൾ അതായത് വെദർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻസി നമ്മൾ അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആയിരിക്കും എന്ത്? ഷില്ലിംഗ് ടെസ്റ്റ്. ഓർ റോഡ്സ് എവിടെ കാണാറുള്ളത്? AML. ഓർ റോഡ്സ് ഇസ് ദ എന്താ? ഓർ റോഡ്സ് എന്താണ് ആക്ച്വലി? എവിടെയാണ് ഓർ റോഡ്സ് പ്രസന്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്? നമ്മൾ ലുക്കീമിയനെ നമ്മൾ അക്യൂട്ടും ക്രോണിക്കും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു. അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്തിന്റെ പ്രോലിഫറേഷൻ ആണ് സംഭവിക്കുന്നത്? ബ്ലാസ്റ്റ് സെൽസിന്റെ പ്രോലിഫറേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ദ ബ്ലാസ്റ്റ് സെൽസ്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മച്വർ സെൽസ് ആണ്. അതായത് നമ്മുടെ ലിംഫോബ്ലാസ്റ്റിന്റെയും മൈലോബ്ലാസ്റ്റിന്റെയും പ്രോലിഫറേഷൻ സംഭവിക്കുന്നു. അപ്പം AML ആണെങ്കിലും ALL ആണെങ്കിലും പെരിഫറൽ ബ്ലഡ് സ്മിയർ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബ്ലാസ്റ്റ് സെൽസ് കാണാൻ പറ്റും. ഇനി അത് AML കാരണം അത് ഏത് ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റ് സെല്ലാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഓർ റോഡ്സിന്റെ പ്രസൻസ് കാണുകയാണ് ബ്ലാസ്റ്റിനകത്ത്. അത് ഏതിന്റെ ഇതായിരിക്കും? ഡയഗ്നോസ്റ്റിക് ആയിരിക്കും. AMLന്റെ ഡയഗ്നോസ്റ്റിക് ആയിരിക്കും. അതായത് നമ്മള് ബാക്കി ബ്ലഡ് പിക്ചർ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. AML ALL നോക്കുകയാണെങ്കിൽ RBC കുറവായിരിക്കും, WBC കുറവായിരിക്കും, പ്ലേറ്റ്ലെറ്റ്സ് കുറവായിരിക്കും. സോ നമ്മൾ അതിന്റെ പെരിഫറൽ ബ്ലഡ് സ്മിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാസ്റ്റ് സെൽസിന്റെ പ്രസൻസ് കാണാൻ പറ്റും. ബ്ലാസ്റ്റ് സെൽസ് രണ്ടിലും കാണും, AML-ലും കാണും, ALL-ലും കാണും. സോ ഇത് ഏതിന്റെ ബ്ലാസ്റ്റ് സെൽസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് AML ആയിരിക്കും. പ്രസൻസ് ഓഫ് ഓർ റോഡ് ഉണ്ടെങ്കിൽ അത് എന്തിന്റെ ബ്ലാസ്റ്റ് സെൽസ് ആയിരിക്കും? AML-ന്റെ ബ്ലാസ്റ്റ് സെൽസ് ആയിരിക്കും. ഫൈൻ ക്രൊമാറ്റിൻ ആയിരിക്കും അതിനകത്തുള്ളത്. 3 to 5 ന്യൂക്ലിയോലെ കാണുമെന്ന് പറഞ്ഞു. ഗ്രാനുലാർ സൈറ്റോപ്ലാസം ആയിരിക്കും. എന്തിനകത്ത്? മൈലോയിഡ് ലുക്കീമിയ, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയുടെ ബ്ലാസ്റ്റ് സെൽസിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ പ്രസൻസ് ഓഫ് ഓർ റോഡ്സ് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. ഫൈൻ ക്രൊമാറ്റിൻ കാണും, 3 to 5 ന്യൂക്ലിയോലെ കാണുമെന്ന് പറഞ്ഞു. ഗ്രാനുലാർ സൈറ്റോപ്ലാസം ആയിരിക്കും. സോ ഇത് ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണത്? It is acute myeloid leukemia. So OR rods is present in acute myeloid leukemia. M spike എവിടെ ആയിരിക്കും കാണുന്നത്? M spike is seen in which condition? Multiple myeloma. എന്താണ് multiple myeloma? പ്ലാസ്മ സെൽസിന്റെ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ആയിരിക്കും അല്ലെ? സോ പ്ലാസ്മ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ B സെൽസിൽ നിന്നുണ്ടാകുന്നതാണ് പ്ലാസ്മ സെൽസ്. ആ പ്ലാസ്മ സെൽസിൽ നിന്നായിരിക്കും എന്തിന്റെ ഫോർമേഷൻ സംഭവിക്കുന്നത്? ആന്റിബോഡിയുടെ ഫോർമേഷൻ ഉണ്ടാകുന്നത് പ്ലാസ്മ സെൽസിൽ നിന്നായിരിക്കും. സോ നമ്മൾ ഇലക്ട്രോഫോറോസിസ് വെച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു M സ്പൈക്ക് പാറ്റേൺ കാണാൻ സാധിക്കും. ഇൻ വിച്ച് കണ്ടീഷൻ? മൾട്ടിപ്പിൾ മൈലോമ. ഹെയിൻസ് ബോഡീസ് എവിടെയായിരിക്കും കാണുന്നത്? G6PD
G6PD ഡെഫിഷ്യൻസി. എന്താണ് G6PD എന്ന് പറഞ്ഞാല്? enzymatic deficiency. Red cell enzymatic deficiency. എൻസൈമാറ്റിക് ഡെഫിഷ്യൻസി ആണ് അല്ലേ? എന്ത് നോർമലി G6PD ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എപ്പോഴും സിംറ്റംസ് ഉണ്ടായിരിക്കുമോ? Necrosis. എന്തുകൊണ്ട്? വൈ? നമ്മുടെ ഈ G6PD റോള് നോക്കുവാണെങ്കിൽ മെയിൻലി നമ്മളുടെ RBCയുടെ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷന് 2 പാത്വേസ് ഉണ്ട്. ഓക്കെ, ഒരു EMB പാത്വേ, ഒരു HMB പാത്വേ ഉണ്ടായിരിക്കും. അതിനകത്ത് EMB പാത്വേ ആയിരിക്കും മെയിൻലി 90% ഈസ് ബൈ ദ EMB പാത്വേ, വൈൽ HMB പാത്വേ ആയിരിക്കും ഒരു 10% മാത്രം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ HMB പാത്വേയിലായിരിക്കും ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റസിന്റെ നീഡ് ഉള്ളത്. ആൻഡ് ബിക്കോസ് ബാക്കി 90% നമ്മുടെ മറ്റേ പാത്വേ യൂസ് ചെയ്യുന്ന കാരണം നോർമൽ കണ്ടീഷനിൽ ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവിടെ ഡിസീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിംറ്റമാറ്റിക് ആയിട്ട് കാണിക്കാറില്ല. ബട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് ലൈക്ക് ആന്റി മലേറിയൽ ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അവിടെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. സോ G6PD ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ ഈ G6PD അതേകണക്ക് എന്തിനൊക്കെ ആവശ്യമായിരിക്കും? സെല്ലിന്റെ ഫ്രെജിലിറ്റി അല്ലെങ്കിൽ സെല്ലിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ സൈസ്, അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ G6PD നമുക്ക് ആവശ്യമായിരിക്കും. അതൊരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതേകണക്ക് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉണ്ട്. ഈ G6PD ഡെഫിഷ്യൻസി ഒരു ഇൻഫെക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ നൽകും. ഏത് ഇൻഫെക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും? ഒരു ഇൻഫെക്ഷൻ. It give protection against a particular infection. G6PD deficiency, it gives protection against, correct, falciparum malaria. G6PD deficiency, it gives us an infection, protection against falciparum malaria infection against protection നൽകുമെന്ന് പറഞ്ഞു. G6PD ഡെഫിഷ്യൻസിയിലുള്ളതായിരിക്കും ഹെയ്ൻസ് ബോഡി, അതായത് ഡീനാച്ചുറേറ്റഡ് ഹീമോഗ്ലോബിൻ ആയിരിക്കും നമ്മൾ ഹെയ്ൻസ് ബോഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബൈറ്റ് സെൽസും എവിടെയായിരിക്കും കാണുന്നത്? ബൈറ്റ് സെൽസ്, ബ്ലിസ്റ്റർ സെൽസ്, ഹെയ്ൻസ് ബോഡീസ്, ഇത് 3 വന്നിട്ട് കാണുന്നത് G6PD ഡെഫിഷ്യൻസിയിൽ ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ലൈഫ് സ്പാൻ ഓഫ് RBC എത്രയായിരിക്കും? 120 days. 120 days ആണ്. 120 days കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? What will happen after 120 days? Spleen destruction destruction സംഭവിക്കും. എവിടെ വെച്ച് ഡിസ്ട്രക്ഷൻ സംഭവിക്കും? Spleen. That's why we call spleen as the graveyard of RBC. എന്തുകൊണ്ട് സ്പ്ലീനിൽ വെച്ച് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു? നോർമലി നമ്മളുടെ RBCയുടെ അഡ്വാൻറ്റേജസ് ഓഫ് ദ ബൈക്കോൺകേവ് ഷേപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ചെറിയ കാപ്പിലറിയിൽ കൂടെ പോലും ആ ബൈക്കോൺകേവ് ഷേപ്പ് ഉള്ള കാരണം അത് പാസ് ചെയ്ത് പോകും. ബട്ട് അത് മെച്യൂർ ആയി കഴിയുമ്പോൾ, അതായത് ഒരു 120 days ഒക്കെ ആകാറായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഓൾഡ് ഏജ് ആകുന്ന അനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ മാറ്റം വന്നിട്ട് അത് ഈസിലി ഫ്രജൈൽ ആവും. ചെറിയ കുഞ്ഞ് ലൂമനിലൂടെ ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ഈ ഫ്രജിലിറ്റി വന്ന കാരണം അത് ഡിസ്ട്രോയ് ആയി പോകും. സോ നമ്മുടെ സ്പ്ലീനിലാണ് ചെറിയ വളരെ തിന്നായിട്ടുള്ള ലൂമൻസ് ഉള്ളത്, സ്പ്ലീനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതും സ്പ്ലീനിൽ വെച്ചായിരിക്കും. ആൻഡ് ഹെൻസ് വി കോൾ ദ സ്പ്ലീൻ ആസ് ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയാം. കറക്റ്റ്. സോ 120 days ആയിരിക്കും ലൈഫ് സ്പാൻ ഓഫ് RBC എന്ന് പറഞ്ഞു. ഇത് അഡൽട്ടിന്റെ ആണ്. ഇനി നമ്മൾ ഈ അഡൽട്ട് ഹീമോഗ്ലോബിനും ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അഡൽട്ട് ഹീമോഗ്ലോബിൻ HB, അതായത് 2 ആൽഫ 2 ബീറ്റ. ഫീറ്റൽ ആണെങ്കിൽ 2 ആൽഫ 2 ഗാമ. ഇതിലെന്താ ഡിഫറൻസ് ഉള്ളത്? അഡൽട്ട് ആകുന്നതാണ്, അതായത് ആഫ്റ്റർ ബർത്ത് എന്ത് വരണം? ഫീറ്റൽ ഹീമോഗ്ലോബിൻ മാറിയിട്ട് അഡൽട്ട് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറണം അല്ലേ? അങ്ങനെ മാറാത്ത കണ്ടീഷൻ ഏതായിരിക്കും? തലാസീമിയ. അല്ലെങ്കിൽ ആ പെപ്റ്റൈഡ് ചെയിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോഴുള്ള കണ്ടീഷൻ നമ്മൾ തലാസീമിയ എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ്
അഡൽട്ട് ഹീമോഗ്ലോബിനും ഫീറ്റൽ ഹീമോഗ്ലോബിനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയായിരിക്കും എന്നറിയോ? ഒന്ന്, ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും ഫീറ്റൽ ഹീമോഗ്ലോബിന്. ലൈഫ് സ്പാൻ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു പോണതിന്റെ കൂടെ ഫീറ്റൽ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അഫിനിറ്റി ഓഫ് ഓക്സിജൻ ഫീറ്റൽ ഹീമോഗ്ലോബിന് കൂടുതലായിരിക്കും. അതായിരിക്കും ഒരു റീസൺ പ്ലാസെന്റൽ ബ്ലഡിൽ നിന്നും ഓക്സിജൻ കുട്ടിക്ക് എനഫായിട്ട് കിട്ടുന്നതിന്റെ ഒരു കാരണം. അതിന് അഫിനിറ്റി ടു ഓക്സിജൻ ഈസ് മോർ, സോ ഇറ്റ് വിൽ അട്രാക്ട് മോർ ഓക്സിജൻ ഫോർ ദ ഫീറ്റസ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതിന്റെ ലൈഫ് സ്പാൻ കുറവാണ്. നമ്മുടെ നോർമൽ RBC വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫീറ്റൽ RBCയുടെ അല്ലെങ്കിൽ ഫീറ്റൽ ഹീമോഗ്ലോബിന്റെ ലൈഫ് സ്പാൻ വളരെ കുറവായിരിക്കും. ഒരു 1 to 2 വീക്സിനെക്കാളും കുറവാകുന്ന കാരണം ഈസിലി ആയിട്ട് അതിന്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. ഓക്കെ, സോ ലൈഫ് സ്പാൻ പറഞ്ഞ കാരണം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഫീറ്റൽ ഹീമോഗ്ലോബിന്റെ ഒരു അഡ്വാൻറ്റേജസ് അതിന് ഓക്സിജൻ അഫിനിറ്റി കൂടുതലായിരിക്കും, പക്ഷേ അതിന്റെ ലൈഫ് സ്പാൻ കുറവായിരിക്കും. അതൊരു നെഗറ്റീവ് ആയിരിക്കും. സോ ലൈഫ് സ്പാൻ ഓഫ് RBC 120 days. സ്പ്ലീനിൽ വെച്ചായിരിക്കും അതിന്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഡിസ്ട്രക്ഷൻ എന്ത് സംഭവിക്കും? RBC ഡിസ്ട്രോ ആയി, ഹീമോഗ്ലോബിൻ എങ്ങോട്ടേക്ക് റിലീസ് ആകും? പ്ലാസ്മയിലേക്ക് ഹീമോഗ്ലോബിൻ റിലീസ് ആകും. അങ്ങനെ പ്ലാസ്മയിലേക്ക് റിലീസ് ആയിട്ടുള്ള ഹീമോഗ്ലോബിനെ നമ്മുടെ ടിഷ്യൂ മാക്രോഫേജ് വന്നിട്ട് എൻഗൾഫ് ചെയ്യും. ഓക്കെ, സോ നൗ ഇപ്പൊ ഹീമോഗ്ലോബിൻ എവിടെയാണ്? നമ്മുടെ ടിഷ്യൂ മാക്രോഫേജിനകത്താണ്. ടിഷ്യൂ മാക്രോഫേജിനകത്ത് വെച്ചിട്ടാണ് ഇത് 3 കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ആകുന്നത്. ഏതൊക്കെയാ 3 കമ്പോണന്റ്? Globulin, ഗ്ലോബുലിൻ, iron, bilirubin. ആൻഡ് Bilirubin. ഏതാ? സോറി, Bilirubin. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ എന്താണ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാല്? ഹീം പ്ലസ് ഗ്ലോബിൻ പാർട്ടാണ്. ഹീം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഗെയിൻ ഞാൻ പറഞ്ഞു അയണും ഉണ്ട് പോർഫയറിനും ഉണ്ട്. ഓക്കെ, പോർഫയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോർഫയറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് 4 പൈറോൾ റിംഗ് ഉണ്ടാവും. ഓക്കെ, പോർഫയറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് 4 പൈറോൾ റിംഗ് ഉണ്ടാവും. ആ 4 പൈറോൾ റിങ്ങിനെ കണക്ട് ചെയ്തിട്ട് മീഥെയിൻ ബ്രിഡ്ജസ് ഉണ്ടാവും. ഈ 4 പൈറോൾ റിങ്ങും ചേർന്നിട്ട് ഒരു സർക്കിൾ പോലായിരിക്കും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു റിങ് പോലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇതായിരിക്കും നോർമൽ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല്. ഒരു ഗ്ലോബുലിൻ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ, 2 ആൽഫ 2 ബീറ്റ ഉണ്ടാവും എന്ന് പറഞ്ഞു. അയൺ ഉണ്ടാകും, പിന്നെ ഒരു പോർഫയറിൻ ഉണ്ടാകും. സോ നമ്മൾ ഇതിന്റെ ഡിസ്ട്രോയ് ഉണ്ടാകുമ്പോഴും നമ്മുടെ ടിഷ്യൂ മാക്രോഫേജസ് ഈ പ്ലാസ്മയിൽ വന്ന ഹീമോഗ്ലോബിനെ എടുത്തിട്ട് അതെന്താ ചെയ്യുന്നത്? അതിനെ 3 കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഗ്ലോബുലിൻ, ഒന്ന് അയൺ, ദെൻ നമ്മുടെ പോർഫയറിൻ. പോർഫയറിൻ ആണ് ആക്ച്വലി കൺവേർട്ട് ചെയ്ത് ബിലിവേർഡിനായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ പോർഫയറിനെയാണ് നമ്മൾ ആക്ച്വലി പോർഫയറിൻ ഒരു റിംഗ് ആയിട്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കും? അതിന്റെ ഡീഗ്രേഡ് ആകുമ്പോഴത്തേക്ക് ആ റിംഗ് എന്നുള്ളത് മാറി സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് മാറും. ഓക്കെ, ഒരു ടെട്രാ പൈറോൾ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ബിലിവേർഡിൻ എന്ന് പറയുന്നത്. സോ RBC ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു, നമ്മുടെ ഹീമോഗ്ലോബിൻ പ്ലാസ്മയിലേക്ക് വരുന്നു, ടിഷ്യൂ മാക്രോഫേജ് അതിനെ എൻഗൾഫ് ചെയ്യുന്നു. ടിഷ്യൂ മാക്രോഫേജിനകത്ത് വെച്ചിട്ട് എന്ത് സംഭവിക്കും? അതിനെ 3 ആയിട്ടത് കൺവേർട്ട് ചെയ്യുന്നു. ഒന്ന് ഗ്ലോബുലിൻ പാർട്ട്. എന്താണ് ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ. പ്രോട്ടീൻ മീൻസ് അമിനോ ആസിഡ്. സോ അത് അമിനോ ആസിഡ് പൂളിലേക്ക് പോകുന്നു. അയൺ പാർട്ട്. അയൺ പാർട്ട് 2 തരത്തിൽ ഉപയോഗിക്കും. അയൺ ഒരു എമൗണ്ട് ഓഫ് അയൺ തിരിച്ച് ബോൺ മാരോയിലേക്ക് തന്നെ പോകുന്നു, വീണ്ടും RBC ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇന്നൊരു പാർട്ട് അയൺ എന്ത് ചെയ്യും? ഫെറിറ്റിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റോർ ആകും. ആൻഡ് ദെൻ ലാസ്റ്റ് പാർട്ടാണ് ബിലിവേർഡിൻ. എന്താണ് ബിലിവേർഡിൻ? നമ്മുടെ പോർഫയറിൻ എന്ന് പറഞ്ഞില്ലേ, പോർഫയറിൻ ആക്ച്വലി ഒരു 4 പൈറോൾ റിങ്സ് 4 മീഥേൻ ബോണ്ട് വന്നിട്ട് 4 പൈറോൾ റിങ്സിനെ 4 മീഥേൻ ബോണ്ട് ചേർന്ന് ഒരു റിംഗ് ഷേപ്പിൽ ഇരിക്കുന്നതായിരിക്കും. ഈ ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ ആ റിംഗ് ഷേപ്പ് കട്ടായിട്ട് പകരം ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ബിലിവേർഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ബിലിവേർഡിനായിരിക്കും, ബിലിവേർഡിനെ ബിലിറൂബിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ആകുക. ഇത് 3 ആയിരിക്കും നമ്മുടെ എൻഡ് പ്രോഡക്ട്സ് ഓഫ് RBC ഡിസ്ട്രക്ഷൻ ഓർ ഹീമോഗ്ലോബിൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെയിംസ് ബോഡീസ് ആക്ച്വലി ബീറ്റ തലാസിമയിൽ കാണുന്നതല്ല. ഹെയിംസ് ബോഡീസ് ലൈക്ക് പാർട്ടിക്കിൾ ആയിരിക്കും ബീറ്റ തലാസിമയിൽ കാണുന്നത്. someone asked the question, ഹെയിംസ് ബോഡീസ് ബീറ്റ തലാസിമയിൽ കാണത്തില്ലെന്ന്. ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? തലാസിമയിൽ ആൽഫ ചെയിനും നോൺ ആൽഫ ചെയിനും തമ്മിൽ ഒരു ഇംബാലൻസ് സംഭവിക്കുന്നു. ഓക്കെ, സോ അവിടെ എക്സസ് ആയിട്ട് രണ്ടിൽ ഏതെങ്കിലും ഒന്നിന്റെ പ്രൊഡക്ഷൻ കുറയുകയാണ്. ഒന്നുകിൽ ആൽഫ ചെയിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അല്ലെങ്കിൽ ബീറ്റ ചെയിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. 2 ആൽഫയും 2 ബീറ്റയും ചേർന്നാൽ മാത്രമേ ഒരു ഹീമോഗ്ലോബിൻ ആയിട്ട് ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ
ഒന്നുകിൽ ആൽഫ പ്രൊഡക്ഷൻ കുറയുന്നു ആൽഫ തലാസീമിയ, അല്ലെങ്കിൽ ബീറ്റ പ്രൊഡക്ഷൻ കുറയുന്നു ബീറ്റ തലാസീമിയ. സോ അവിടെ ഏതെങ്കിലും ഒന്നിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ മറ്റേത് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാർട്ടിക്കിൾ ഇറ്റ് ഈസ് സിമിലർ ലൈക്ക് ഹെയിൻസ് ബോഡീസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഹെയിൻസ് ബോഡീസ്. ഹെയിൻസ് ബോഡി നമുക്ക് കിട്ടുന്ന G6PD ഡെഫിഷ്യൻസിയിലായിരിക്കും. ബട്ട് സിമിലർ ടു ഹെയിൻസ് ബോഡി വിൽ ഗെറ്റ് എ പാർട്ടിക്കിൾ ഇൻ തലാസീമിയ. ക്ലിയർ? Okay. So next question. When the entire CBC is suppressed due to either anemia, infection or hemorrhage, അതിന് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? Erythroplasia, thrombocytopenia, pancytopenia or leukopenia? Pancytopenia. Right. Entire CBC ആണ് പറഞ്ഞത്, RBC അല്ല or WBC അല്ല. അതായത് CBC എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? CBCക്കകത്ത് RBCയും ഹീമോഗ്ലോബിൻ, WBC, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇതെല്ലാം. സോ എൻ്റെ CBC സപ്രസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതായിരിക്കും എന്ത്? പാൻസൈറ്റോപീനിയ. കാണാതെ ഒരു കണ്ടീഷൻ പറ, ഏതായിരിക്കും? ഏത് ടൈപ്പ് ഓഫ് അനീമിയയിലായിരിക്കും പാൻസൈറ്റോപീനിയ ഉണ്ടാകുന്നത്? aplastic anemia. Right. Next, what is a major metabolically available storage form of iron in the body? Storage form of iron ഏതായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു ഫെറിറ്റിൻ ആയിരിക്കും. സ്റ്റോറേജ് ഫോം ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഫെറിറ്റിൻ ആയിരിക്കും. ട്രാൻസ്ഫെറിറ്റിൻ എന്തായിരിക്കും? ട്രാൻസ്പോർട്ടിംഗ് ഫോം ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫെറിറ്റിൻ ആയിരിക്കും. ആൻഡ് ഹീമോസിഡറിൻ എപ്പോഴായിരിക്കും? എക്സസ് ആയിട്ടുള്ള അയൺ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കും എന്ത്? ഹീമോസിഡറിൻ. റൈറ്റ്. സോ ഒരു സ്റ്റോറേജ് ഫോം ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഫെറിറ്റിൻ ആയിരിക്കും. ട്രാൻസ്ഫെറിറ്റിൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും ട്രാൻസ്ഫെറിറ്റിൻ. ഹീമോസിഡറിൻ എക്സസ് ആയിട്ടുള്ള അയൺ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഹീമോസിഡറിൻ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ഹീമോഗ്ലോബിൻ അയൺ ഏത് ഫോമിലായിരിക്കും കാണുന്നത്? ഫെറസ് ഫോമിലായിരിക്കും ഹീമോഗ്ലോബിനകത്ത് അയൺ കാണുന്നത്. സോ നമുക്ക് ആൻസർ ഈസ് ബി, ഫെറിറ്റിൻ. ഡയറ്ററി ഫോം, നമ്മൾ കഴിക്കുന്ന ഡയറ്റിലുള്ള അയൺ ഏത് ഫോമിലായിരിക്കും? ഫെറിക് ഫോമിലായിരിക്കും ഡയറ്റിനകത്ത് അയൺ കാണുന്നത്. ഓക്കെ. സോ ഡയറ്ററി ഫോം ഓഫ് അയൺ ഈസ് ഫെറിക്, ദാറ്റ് ഈസ് Fe3+. അതിന്റെ അബ്സോർബിൾ ഫോം ഏതായിരിക്കും? ഫെറസ് ഫോം ആയിരിക്കും. അതായിരിക്കും നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് കാണുന്നത്. ഓക്കെ. Fe+2 ആയിരിക്കും നമ്മുടെ ഹീമോഗ്ലോബിനിൽ കാണുന്നത്. ഇറ്റ് ഈസ് ഫെറസ് ഫോം. ആൻഡ് സ്റ്റോറേജ് ഫോം ഫെറിറ്റിൻ. ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ട്രാൻസ്ഫെറിറ്റിനായിട്ടായിരിക്കും. ക്ലിയർ? ഡയറ്ററി ഫോം ഫെറിക്, അബ്സോർബിൾ ഫെറസ്, സ്റ്റോറേജ് ഫെറിറ്റിൻ. ഓക്കെ. Next question. The best source of active bone marrow from a 20-year-old would be? Answer പറ. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമായിരിക്കും. ഇതിൽ എവിടെയായിരിക്കും നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ബോൺ മാരോ കാണാൻ പറ്റുന്നത്? അത് ഏതാണ് ആക്സിയൽ സ്കെലട്ടനിൽ വരുന്നത്? ബാക്കി എല്ലാം അപ്പൻഡിക്കുലർ സ്കെലട്ടനിലല്ലേ വരുന്നത്. ഇലിയ ക്രസ്റ്റ് വിൽ കംസ് ഇൻ നമ്മുടെ ആക്സിയൽ സ്കെലട്ടനിൽ വരുന്ന കാരണം അവിടെ ആയിരിക്കും ബെസ്റ്റ് സോഴ്സ് ഓഫ് ആക്റ്റീവ് ബോൺ മാരോ സംഭവിക്കുന്നത്. ഓൾവേസ് കീപ് ഇൻ മൈൻഡ് അബൌട്ട് ദ റെഡ് ബോൺ മാരോ ആൻഡ് യെല്ലോ ബോൺ മാരോ. റെഡ് ബോൺ മാരോ ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ള റെഡ് സെൽ ഫോർമേഷൻ സംഭവിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആക്റ്റീവ് ബോൺ മാരോ. യെല്ലോ ബോൺ മാരോയിൽ റെഡ് സെൽ പ്രൊഡക്ഷൻ സംഭവിക്കുന്നില്ല. അത് കാരണം നമ്മൾ അതിനെ ഇനാക്റ്റീവ് ബോൺ മാരോ എന്നായിരിക്കും പറയുന്നത്. ആക്സിയൽ സ്കെലറ്റനിലുള്ള ബോൺസ് ആണ് ആക്റ്റീവ് ബോൺ മാരോ. അപ്പൻഡിക്കുലർ സ്കെലറ്റനിലുള്ള ബോൺസ് ഇനാക്റ്റീവ് ആയിരിക്കും. അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ലോങ് ബോൺസിൽ ആക്റ്റീവ് ബോൺ മാരോ കാണാൻ പറ്റും. ഓക്കെ. 14th question. Which test can be used to detect hemolytic anemia? ഈ താഴെ പറയുന്നതിൽ ഏത് ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ഹീമോലൈറ്റിക് അനീമിയനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? എസ്പെഷ്യലി ചൈൽഡ് എന്ന് വേണേ പറയാം. ചൈൽഡിൽ ഹീമോലൈറ്റിക് അനീമിയ മെയിൻലി ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്തായിരിക്കും? Correct answer.
ചൈൽഡിൽ ഹീമോലൈറ്റിക് അനീമിയ മെയിൻലി ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ബ്ലഡ് എന്തെങ്കിലും ഇൻകോമ്പാറ്റബിലിറ്റിയോ അല്ലെങ്കിൽ RH ഇൻകോമ്പാറ്റബിലിറ്റിയോ സംഭവിക്കുമ്പോഴായിരിക്കും മെയിൻലി ഹീമോലൈറ്റിക് അനീമിയ ചൈൽഡ് ഉണ്ടാകുന്നത്. In a child ഹീമോലൈറ്റിക് അനീമിയ മെയിൻലി ബിക്കോസ് ഓഫ് എന്തെങ്കിലും ഒരു ABO ഇൻകോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ RH ഇൻകോമ്പാറ്റബിലിറ്റി അങ്ങനത്തെയൊക്കെ കാരണങ്ങൾ കാണുവാണെങ്കിൽ അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും? കൂംസ് ടെസ്റ്റ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ കൂംസ് ടെസ്റ്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ ആന്റിബോഡീസ് ദാറ്റ് ക്യാൻ അറ്റാക്ക് റെഡ് ബ്ലഡ് സെൽസ്. കൂംസ് ടെസ്റ്റ് നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? It is a blood test that identify antibodies that can attack the red blood cells ആയിരിക്കും. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഡയറക്ട്ലി അമ്മയുടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റ് എന്ന് പറയും. കുട്ടീന്റെ ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ടെസ്റ്റ് എന്നായിരിക്കും പറയുന്നത്. Which anemia is classified as non being able to use iron properly to synthesize hemoglobin because of an inherited cause. അതായത് ഏത് അനീമിയ ആയിരിക്കും അയണിനെ പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തിനു വേണ്ടിയിട്ട്? ഹീമോഗ്ലോബിൻ സിന്തസിസിന് വേണ്ടിയിട്ട്. ആ അനീമിയ ഇതിനകത്ത് ഏതായിരിക്കും? മനസ്സിലായോ? അനീമിയ എന്തുകൊണ്ടാണ് അവിടെ അനീമിയ ഉണ്ടാകുന്നത്? അയണിനെ പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഫോർ ദ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ. എന്തൊരു ഇൻഹെറിറ്റഡ് കോസ് കാരണം. സോ ഇതിനകത്ത് ഏത് അനീമിയ ആയിരിക്കും? ട്രൈ ടു റൂൾ ഔട്ട്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? അയൺ ഡെഫിഷ്യൻസി അനീമിയ. അവിടെ അയൺ ഡെഫിഷ്യന്റ് ആണ്. ഇവിടെ അയൺ ഡെഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല, അയണിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ അയൺ ഡെഫിഷ്യൻസി അനീമിയ നമുക്ക് അവിടെ റൂൾ ഔട്ട് ചെയ്യാം. സെക്കൻഡ് എന്താണ്? എപ്ലാസ്റ്റിക് അനീമിയ. എപ്ലാസ്റ്റിക് അനീമിയയിൽ അയണിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നത്? അല്ല, ബോൺ മാരോ ഡിഫക്റ്റ് കാരണമായിരിക്കും അവിടെ ഒരു സെൽസിന്റെയും പ്രൊഡക്ഷൻ നടക്കാത്തത്. റൈറ്റ്. അപ്പൊ എപ്ലാസ്റ്റിക് അനീമിയ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. എപ്ലാസ്റ്റിക് അനീമിയ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ഹീമോഗ്ലോബിൻ സിന്തസിസ് അല്ല അനീമിയ ഉണ്ടാകുന്നത്, അതവിടെ റെഡ് സെൽസിന്റെ പ്രൊഡക്ഷനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത് എപ്ലാസ്റ്റിക് അനീമിയയിൽ. സോ എപ്ലാസ്റ്റിക് അനീമിയ നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. ഹീമോഫീലിയ എന്താണ്? അതൊരു ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്, നമ്മുടെ കോയാഗുലേറ്ററി ഫാക്ടർ ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. അപ്പൊ നമ്മൾ അതിനെ മൂന്നിനും റൂൾ ഔട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എന്താണ്? ഹൈപ്പോക്രോമിക് അനീമിയ. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് നമുക്ക് എക്സാക്ട് നമുക്കിപ്പോ ഹൈപ്പോക്രോമിക് അനീമിയ ഒരു ടെർമിനോളജി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ മോർഫോളജി ക്ലാസിഫിക്കേഷനിൽ മാത്രമാണ് ഹൈപ്പോക്രോമിക് അനീമിയ പഠിച്ചിട്ടുള്ളത്. ബട്ട് വി ക്യാൻ റൂൾ ഔട്ട് അതർ തിങ്സ്. റൈറ്റ്. നമുക്ക് ഇപ്പൊ അയൺ ഡെഫിഷ്യൻസി അനീമിയല്ലെന്ന് ഉറപ്പാണ്, കാര്യം അവിടെ അയണിന്റെ ഡെഫിഷ്യൻസി പറയുന്നില്ല, അയണിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ വി റൂൾ ഔട്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ. എപ്ലാസ്റ്റിക് അനീമിയ അല്ല, കാര്യം ഇവിടെ സെൽസിന്റെ പ്രൊഡക്ഷൻ അല്ല പ്രശ്നം വന്നിരിക്കുന്നത്, അയൺ സിന്തസൈസിന് വേണ്ടിയിട്ട്, ഹീം സിന്തസൈസിന് വേണ്ടിയിട്ട് അയണിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ വി റൂൾ ഔട്ട് എപ്ലാസ്റ്റിക് അനീമിയ. ഹീമോഫീലിയ നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. ഫൈനലി ബാക്കിയുള്ള എന്താണ് അവിടെ? ഹൈപ്പോക്രോമിക് അനീമിയ ഇസ് ദ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ്, ഫിലാഡൽഫിയ ക്രോമോസോം റെഫേഴ്സ് ടു. എന്തിനാണ് ഫിലാഡൽഫിയ ക്രോമോസോം എന്ന് പറയുന്നത്? ലോങ് ആം ഓഫ് ക്രോമോസോം 9 ആൻഡ് ലോങ് ആം ഓഫ് ക്രോമോസോം 22 ആണോ? ഷോർട്ട് ആം ഓഫ് ക്രോമോസോം 9 ആൻഡ് ഷോർട്ട് ആം ഓഫ് ക്രോമോസോം 22 ആണോ? ഷോർട്ട് ആം ഓഫ് ക്രോമോസോം 9 ആൻഡ് ലോങ് ആം ഓഫ് ക്രോമോസോം 22 ആണ്. അത് ഏതാണ് ഫിലാഡൽഫിയ ക്രോമോസോം? ഫിലാഡൽഫിയ ക്രോമോസോം കാണുന്ന ഏത് കണ്ടീഷനിലാണ്? ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിലായിരിക്കും എന്ത് കാണുന്നത്? ഫിലാഡൽഫിയ ക്രോമോസോം. സോ ഏത് ആൻസർ ഏതാ? ഓപ്ഷൻ എന്താണ് ഫിലാഡൽഫിയ ക്രോമോസോം? ലോക്കൽ ട്രാൻസ്ലോക്കേഷൻ ബിറ്റ്വീൻ 9 and 22. 9 and 22. 9 and 22. Reciprocal translocation between long arm of 9 and 22. Okay, ഒരു വേർഡുടെ മുന്നേ ചേർത്തോ. Reciprocal translocation between long arm of 9 and 22. So answer ഏതായിരിക്കും? A. Answer ആണ് ഓപ്ഷൻ A. Okay,
ഫിലാഡൽഫിയ ക്രോമോസോം എന്ന് റെഫർ ചെയ്യുന്ന എന്തിനായിരിക്കും? ലോങ് ആർം ഓഫ് ക്രോമോസോം 9 ആൻഡ് ലോങ് ആർം ഓഫ് ക്രോമോസോം 22 ആയിരിക്കും. ഓക്കെ, സോ എന്താണ് CM? ഇത് ഏത് കണ്ടീഷനിലാണ് കാണുന്നത്? ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ആയിരിക്കും എന്ന് പറഞ്ഞു. റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ ആണ്. എന്തൊക്കെ തമ്മിൽ? 9 ഉം 22 ക്രോമോസോം തമ്മിൽ. അവിടെ ആയിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ABL BCR ജീൻ ഫ്യൂഷൻ ജീൻ ഫോം ചെയ്യുന്നു. ABL 9-ലുള്ളത് 22-ലുള്ള BCR ആയിരിക്കും. അത് തമ്മിൽ ഒരു ഫ്യൂഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു പറഞ്ഞു അല്ലേ? ഇനി ഇത് ആബ്സെന്റ് ആയിട്ടുള്ള CML ഏതായിരിക്കും? ഓൾമോസ്റ്റ് 85 to 90% ഓഫ് പേഷ്യൻസ്, അതായത് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ഉള്ള 85 to 90% ഓഫ് പേഷ്യന്റിൽ നമുക്ക് ഈ ഫിലാഡൽഫിയ ക്രോമോസോം പോസിറ്റീവ് കിട്ടാറുണ്ട്. ഇനി അത് ആബ്സെന്റ് ആയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് CML ആയിരിക്കും? ജുവനൈൽ CML ആയിരിക്കും ഇത് ആബ്സെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, then the fatal disorder result from clot or thrombus formation in the blood. Again, ചെറിയ ലോജിക് യൂസിന്റെ പറയാൻ ആൻസർ തന്നെ ഉള്ളൂ. ഫേറ്റൽ ആയിട്ടുള്ള ഡിസോർഡർ എന്തിൽ നിന്നായിരിക്കും? ക്ലോട്ടോ അല്ലെങ്കിൽ ത്രോംബസ് ഫോർമേഷനോ, ബ്ലഡ് സർക്കുലേഷനിൽ ക്ലോട്ടോ ത്രോംബസ് ഫോർമേഷനോ വന്നിട്ടുണ്ടാകുന്ന ഫേറ്റൽ ഡിസീസസ് ഏതൊക്കെയായിരിക്കും? ത്രോംബോ എംബോളിസം, ഡീപ് വെയിൻ ത്രോംബോസിസ്, പെരിഫറൽ ആർട്ടീരിയൽ ഒക്ലൂസീവ് ഡിസോർഡർ ഡിസീസസ്, pulmonary, all of the above. All of the above. ഇതെല്ലാം ഉണ്ട്. ആൻഡ് ഇതിലെല്ലാം നമുക്കൊരു ലൈഫ് ത്രെറ്റനിങ് ഒരു ഫേറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയാനും പറ്റും. ഓക്കെ, സോ ഓൾ ഓഫ് ദ above will be the answer for this question. And hemoglobin level changes in the morning and evening. Madam, അതിലെ പെരിഫറൽ ആർട്ടീരിയൽ ഒക്ലൂഷൻ ഫേറ്റൽ കണ്ടീഷൻ ആണോ? നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അതിനെ ഒരു പെരിഫറൽ ആർട്ടീരിയൽ ഒക്ലൂഷൻ ഉണ്ടല്ലോ, അത് ഫേറ്റൽ കണ്ടീഷൻസ് ആയിട്ട് വരുമോ? പെരിഫറൽ ആർട്ടീരിയൽ ഒക്ലൂഷൻ എഗെയിൻ നമ്മൾ അതിനെ ഈ ഓപ്ഷൻ ഇടുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം വരുന്ന കാരണം നമുക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ പറയാൻ പറ്റുള്ളൂ. ചില സിറ്റുവേഷൻസിൽ അവിടെ നമുക്ക് ത്രോംബസ് ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഫാറ്റി ഡിപ്പോസിഷൻ സംഭവിക്കുന്ന കാരണം അവിടെ ഒരു ത്രോംബസ് ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. എവിടെ ത്രോംബസ് ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഫേറ്റൽ ഡിസോർഡർ എന്ന് പറയാൻ പറ്റുമല്ലോ. ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ട് ത്രോംബസിനല്ലേ ലേറ്റർ സ്റ്റേറ്റിലേക്ക് അത് നമുക്ക് അവിടെ എംബോളി ഫോർമേഷൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച കാരണം അത് ഫേറ്റൽ ആകും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ ലെവലിൽ ചേഞ്ചസ് മോർണിംഗ് ഈവനിങ് ടൈമിൽ ഹീമോഗ്ലോബിൻ ലെവലിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ 1% ആയിരിക്കും ചേഞ്ചസ്. ആൻഡ് ഏത് ടൈമിലായിരിക്കും കൂടി നിൽക്കുക? ഹീമോഗ്ലോബിന്റെ പെർസെന്റേജില് മോർണിംഗ് ഈവനിങ് ഒരു ചേഞ്ച് ഉണ്ടാകുമെങ്കിൽ എത്രയാണ് ചേഞ്ച്? ആൻഡ് വാല്യൂ ഈസ് മോർ. മോർണിംഗ് ആണോ ഈവനിങ് ആണോ? മോർണിംഗ് ആയിരിക്കും കൂടുതൽ. വെരി ഗുഡ്. ചേഞ്ച് ഉണ്ടാകും പറഞ്ഞു. ഇനി എത്രയായിരിക്കും ചേഞ്ചസ്? 1.5 gram percentage ആയിരിക്കും ദ ഡിഫറൻസ്. കറക്റ്റ്, സി ആൻസർ. ഓക്കെ, സോ ഹീമോഗ്ലോബിൻ ലെവലിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് നോക്കുവാണെങ്കിൽ ദർ ഇസ് എ ചേഞ്ച്. 1.5 gram percentage ഡിഫറൻസ് ഉണ്ടായിരിക്കും മോർണിംഗ് ആൻഡ് ഈവനിങ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. മോർണിംഗ് ആയിരിക്കും ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് കാണുക. ക്ലിയർ? Then which of the following symptom is expected with a hemoglobin of 10 gram per dl? ഒരു പേഷ്യന്റ് വന്നു, 10 gram per dl ആണ് അവരുടെ ഹീമോഗ്ലോബിൻ. ആൻഡ് ഇതിനകത്ത് ഏത് സിംറ്റംസ് ആയിരിക്കും നമ്മൾ അവരിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ പാലർ, പാൽപിറ്റേഷൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. വേറെ ആരുമില്ല? ആക്ച്വലി none ആണ് ആൻസർ. വൈ? ടെന്ന് വരെ കുഴപ്പമില്ല, അതാണോ?
10 വരെ നമ്മൾ അതിന്റെ മൈൽഡ് അനീമിയ, മൈൽഡ് അനീമിയ ആർ അസിംപ്റ്റമാറ്റിക്. അതാണ് അതിന്റെ. ഓക്കെ, സോ 10 gram per ആണ് ഹീമോഗ്ലോബിൻ ലെവൽ പറഞ്ഞത്. 10 മൈൽഡ് അനീമിയ എന്നായിരിക്കും പറയുന്നത്, ആൻഡ് മൈൽഡ് യൂഷ്വലി അസിംപ്റ്റമാറ്റിക് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നമ്മുടെ 2 ആൻസർ കറക്റ്റ് ആയത്. റീസൺ ഓൾസോ. Which of the following diagnostic findings are most likely for a client with aplastic anemia? Aplastic anemia താഴെ പറയുന്ന ഫൈൻഡിങ്സിൽ ഏതായിരിക്കും നമുക്ക് ശരിയാകുക? ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ടി ഹെൽപ്പർ സെൽ, ഡിക്രീസ്ഡ് ലെവൽ ഓഫ് WBC RBC പ്ലേറ്റ്ലെറ്റ്, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് WBC, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് RBC, സ്റ്റാൻബർഗ് സെൽ. മറ്റേതായിരിക്കും? Decreased level of WBC, RBC എന്താണ് അപ്ലാസ്റ്റിക് അനീമിയ? Complete അപ്ലാസ്റ്റിക് bone അനീമിയ marrow. നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പാൻസൈറ്റോപീനിയ ആയിരിക്കും അല്ലെ? അപ്ലാസ്റ്റിക് അനീമിയയില് പാൻസൈറ്റോപീനിയ ആയിരിക്കും, അതായത് RBC WBC പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറവായിരിക്കും. സോ ദ ആൻസർ ഈസ് ഏത് ഓപ്ഷൻ ആൻസർ? BB. റീഡ് സ്റ്റാൻബർഗ് സെൽസ് എവിടെ ആയിരിക്കും നമുക്ക് കിട്ടുക? Hodgkin's ലിംഫോമ ആയിരിക്കും റീഡ് സ്റ്റാൻബർഗ് സെൽസ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? കറക്റ്റ്. Then which of the following disorder results from a deficient factor 8? Hemophilia A. Hemophilia A. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഹീമോഫീലിയ എയും, ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഹീമോഫീലിയ ബിയും ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലേ? റൈറ്റ്. സോ ഫാക്ടർ 8 ഹീമോഫീലിയ എ ആൻഡ് ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഹീമോഫീലിയ ബി ആയിരിക്കും. The doctor explains to a parent of a 1-year-old child admitted to the hospital in a sickle cell crisis. Okay, so sickle cell crisis ഉള്ള ഒരു കുട്ടീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ലോക്കൽ ടിഷ്യൂ ഡാമേജ് ഉണ്ട്. അതിന്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാണ്. The doctor explains to a parent of 1-year child admitted to the hospital in a sickle cell crisis that the local tissue damage the child has or action is caused by which of the following? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 1 വയസ്സുള്ള കുട്ടി സിക്കിൾ സെൽ ക്രൈസിസിൽ അഡ്മിറ്റ് ചെയ്തു, അതിന് ലോക്കൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അഡ്മിഷന്റെ സമയത്ത്. അതിന്റെ റീസൺ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് ഏതാണ് അതിന്റെ റീസൺ? ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ, കോംപ്ലിക്കേറ്റഡ് ലാക്ക് ഓഫ് ഓക്സിജനേഷൻ RBC, ഒബ്സ്ട്രക്ഷൻ ഓഫ് സർക്കുലേഷൻ, എലിവേഷൻ ഓഫ് സെറം ബിലിറൂബിൻ. ഏതായിരിക്കും ആൻസർ? Elevation oxygen. Lack of oxygenation in RBC. എന്താണ് സിക്കിൾ സെൽ ക്രൈസിസ് എന്ന് ആലോചിക്കുക ആദ്യം. നമ്മൾ എപ്പോഴായിരിക്കും സിക്കിൾ സെൽ elevation of ക്രൈസിസ് serum പറയുന്നത്? bilirubin. No. എന്താണ് Elevation സിക്കിൾ of സെൽ serum bilirubin. എന്താണ് സിക്കിൾ സെൽ ക്രൈസിസ് എന്ന് പറഞ്ഞാല്? നോർമലി സിക്കിൾ എന്താ നമ്മുടെ സിക്സ്ത് റെസിഡ്യൂ ഓഫ് ബീറ്റ ചെയിനകത്ത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലയൻ വരുന്നു. അതിനെയാണ് നമ്മൾ ഹീമോഗ്ലോബിൻ എസ് എന്ന് പറയുന്നത്. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ അവിടെ ഒരു സിംറ്റംസും ഉണ്ടായിരിക്കത്തില്ല, നമ്മുടെ RBC സിക്കിൾ ഷേപ്പിൽ തന്നെ ഇരിക്കും. പക്ഷെ ഓക്സിജനേറ്റഡ് കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ഈ ഹീമോഗ്ലോബിൻ എസ് ക്രിസ്റ്റൽസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് അത് ആ ബൈക്കോൺകേവ് ഷേപ്പിനെ കൺവേർട്ട് ചെയ്തിട്ട് സിക്കിൾ ഷേപ്പിലേക്ക് മാറും RBC. അപ്പൊ എന്ത്? ഈ സിക്കിൾ ഷേപ്പിലുള്ള RBC ചില വെസൽസിനെ വന്നിട്ട് ഒക്ലൂഡ് ചെയ്യും. വന്നിട്ട് ഏതെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആർട്ടറീസിൽ വന്നിട്ട് ഒക്ലൂഡ് ചെയ്യുന്ന കാരണം അതുകൊണ്ട് മനസ്സിലായില്ലേ? ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹീമോഗ്ലോബിൻ എസ്
ഡീഓക്സിഡേറ്റഡ് കണ്ടീഷനിൽ ക്രിസ്റ്റൽസിനെ ഫോം ചെയ്യുന്ന കാരണം അതിന്റെ സൈസ് ഷേപ്പിൽ ഓൾട്ടറേഷൻ ഉണ്ടാകുന്നത്. ബൈക്കോൺകേവ് ഷേപ്പിലുള്ളത് RBC എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്പായിട്ട് മാറും. ആൻഡ് ഈ സിക്കിൾ ഷേപ്പ് കാരണം അത് സ്മോളർ ആർട്ടീരിയസിലൂടെ പോകുന്ന സമയത്ത് ഒക്ലൂഡ് ചെയ്യും. അങ്ങനെ ഒക്ലൂഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ കണ്ടീഷനാണ് സിക്കിൾ സെൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ആൻസർ അവിടെ എന്തെങ്കിലും ഓട്ടോഇമ്യൂൺ റിയാക്ഷൻ നടക്കുന്നുണ്ടോ ഹൈപ്പോക്സിയ കാരണം? അവിടെ ഓക്സിജൻ ലാക്ക് ഓഫ് ഓക്സിജനേഷൻ സംഭവിക്കുന്നില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ സർക്കുലേഷൻ. മനസ്സിലായില്ലേ? ആരും എന്താ മിണ്ടാത്തെ? മനസ്സിലായി. സോ എന്താ സംഭവിക്കുന്ന സിക്കിൾ സെൽ ക്രൈസിസിനകത്ത്? അവിടെ RBC ലാക്ക് ഓഫ് ഓക്സിജനേഷൻ ഉള്ളതായിരിക്കും ഈ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലോക്കൽ ഡാമേജ് എന്ത്? മനസ്സിലായോ? സിക്ലിംഗ് സംഭവിക്കുന്നത് ഡീഓക്സിനേഷൻ നടക്കുമ്പോഴായിരിക്കും. ആ ബൈക്കോൺകേവ് ഷേപ്പ് മാറി സിക്കിൾ ഷേപ്പിലേക്ക് വരുന്നത് ഒരു ഓക്സിജന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴായിരിക്കും. അത് കറക്റ്റ്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സിക്കിൾ സെൽ ക്രൈസിസിന് ലോക്കൽ ടിഷ്യൂ ഡാമേജ് റീസൺ. സിക്കിൾ സെൽ ഷേപ്പിലുള്ള വന്നെങ്കിലും ഒക്ലൂഡ് ചെയ്യുന്നു. അത് കാരണം അത് സപ്ലൈ ഏരിയയിൽ ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. സോ എന്ത് സംഭവിക്കും? ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ സർക്കുലേഷൻ ആയിരിക്കും. ക്ലിയർ? Next, a child suspected of having sickle disease is seen in a clinic. Which of the following would be increases in the disease? ഏത് വാല്യൂ ആയിരിക്കും ഇൻക്രീസ് ആകുന്നത്? സിക്കിൾ സെല്ലിൽ എന്ത് സംഭവിക്കും? ഹെമറ്റോക്രിറ്റ് വാല്യൂ എലിവേറ്റ് ആവോ? എലിവേറ്റ് ആകുമോ? യെസ്. ആകോ? സിക്കിൾ സെൽ എന്താ സംഭവിക്കുന്നത്? സിക്കിൾ ഷേപ്പ് ആകുന്ന RBCs ഈസിലി ഡിസ്ട്രോയിങ് ആവും. റൈറ്റ്? ഈസിലി. 1 minute. സോ ഈസിലി ഡിസ്ട്രോയ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ എന്ത് ഇമ്മച്ചുവർ RBC അധികമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങും അല്ലേ? അപ്പൊ ഏത് സെല്ലായിരിക്കും അധികമായിട്ട് വരാൻ ചാൻസ് ഉള്ളത്? റെറ്റിക്കുലോസൈറ്റ്സ്. സോ സിക്കിൾ സെല്ലിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് ഏത് ലെവലായിരിക്കും കൂടുതൽ വരുന്നത്? റെറ്റിക്കുലോസൈറ്റ് ആയിരിക്കും. കാരണം സിക്കിൾ സെൽ ഡിസീസിനകത്ത് സിക്കിളിംഗ് നടക്കുമ്പോഴത്തേക്ക് ആ സിക്കിൾ ഷേപ്പായിട്ടുള്ള RBC വന്നിട്ട് ഏതെങ്കിലും മൈക്രോ വെസൽസ് സ്റ്റക്കായ ഹീമോലൈസിസ് കൂടാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. സോ ഹീമോലൈസിസ് സംഭവിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും? RBCയുടെ പ്രൊഡക്ഷൻ കൂടും. RBCയുടെ പ്രൊഡക്ഷൻ കൂടുന്ന മെച്ചർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. അതിന് മുന്നേ തന്നെ സർക്കുലേഷനിലേക്ക് നമ്മുടെ പെരിഫറൽ ബ്ലഡിലേക്ക് റിലീസ് ഉണ്ടാകും. സോ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് വന്നിട്ട് എലിവേറ്റ് ആകും ഇൻ കേസ് ഓഫ് സിക്കിൾ സെൽ ഡിസീസ്. ലൈഫ് സ്പാൻ ഓഫ് WBC എത്ര ദിവസം? RBC 120 days നമ്മൾ പറഞ്ഞു അല്ലേ? ലൈഫ് സ്പാൻ ഓഫ് WBC ആണെങ്കിൽ അറിയോ? ലൈഫ് സ്പാൻ ഓഫ് WBC 12 to 20 days ആയിരിക്കും. ഓക്കെ, RBC 120 days ആണെങ്കിൽ WBCയുടെ ലൈഫ് സ്പാൻ 12 to 20 days ആണ്. ഇതിന്റെ ഒരു കോറിലേഷൻ ഞാൻ പറയാം. നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? ബോൺ മാരോയിലാണ് WBC RBCയുടെ ഒക്കെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് അല്ലേ? ആൻഡ് ബ്ലഡിൽ നോക്കുവാണെങ്കിൽ ഏത് സെൽസ് ആ കൂടുതലുള്ളത്? RBC ആണോ WBC ആണോ? RBC.
പെരിഫറൽ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ 5 മില്യൺ RBC, WBC ആണെങ്കിൽ തൗസൻഡ്സ് ആയിരിക്കും, റൈറ്റ്? ബട്ട് നമ്മള് ബോൺ മാരോയിൽ നോക്കുവാണെങ്കിൽ ഈ പ്രൊപ്പോർഷൻ ആക്ച്വലി നേരെ തിരിച്ചാണ്. ബോൺ മാരോയില് നമ്മുടെ സെൽസിലെ പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ WBC ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത് ദാൻ RBC. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് സ്പാൻ കുറവാണ്. ഒരു RBC പ്രൊഡ്യൂസ് ചെയ്താൽ അത് 120 ഡേയ്സ് ബോഡിയിൽ കാണുമെങ്കിൽ ഒരു WBC വന്നാൽ അത് വെറും 20 ഡേയ്സ് ആയിരിക്കും മാക്സിമം ബോഡിയിൽ ഉണ്ടാവുള്ളൂ. സോ അത് കാരണം ബോൺ മാരോയിലുള്ള കമ്പോസിഷൻ നോക്കുവാണെങ്കിൽ WBCയുടെ കമ്പോസിഷൻ ബോൺ മാരോയിൽ കൂടുതലായിരിക്കും, വൈൽ പെരിഫറൽ ബ്ലഡിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന്റെ കാരണം എന്തായിരിക്കും? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ലൈഫ് സ്പാൻ. Okay. So next question. A 5-year-old child presents with fatigue, pallor and jaundice. Blood test revealed a decreased MCV and elevated reticulocyte count. Peripheral blood smear shows numerous spherocytosis. Condition ഇതിൽ നിന്ന് തന്നെ പറയാം. ഫറ്റീഗ്, പാലർ, ജോണ്ടിസ് കണ്ടു. ജോണ്ടിസ് ഉണ്ട്, സോ അതെന്ത് അനീമിയ ആയിരിക്കും? ഹീമോലൈറ്റിക് അനീമിയ ആയിരിക്കും. അനീമിയ പാലർ ആൻഡ് ഫറ്റീഗ് കൊണ്ട് അനീമിയ. ജോണ്ടിസ് ഉണ്ട്, സോ ഇറ്റ് ഈസ് ഹീമോലൈറ്റിക് അനീമിയ നമുക്ക് പറയാൻ പറ്റും. MCV കുറവാണ് ആൻഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുതലാണ്. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുതലാണ്, ജോണ്ടിസ് ഉണ്ട്, ഹീമോലൈറ്റിക് അനീമിയ ആയിരിക്കും. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എപ്പോഴായിരിക്കും ബ്ലഡിൽ കൂടുതലാകുന്നത്? എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഹീമോലൈറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും, അതായത് ഡിസ്ട്രക്ഷൻ കൂടുന്നു. ഓക്കെ, നോർമലി ഉണ്ടാവേണ്ട 5 മില്യൺ ബ്ലഡ് RBCക്ക് ഡിസ്ട്രക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോൺ മാരോ RBCനെ അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുക്കാൻ നോക്കും. സോ കംപ്ലീറ്റ് മെച്ചുർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല, ഇമ്മച്ചുർ ആയിട്ടുള്ള RBCസിനെയും ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യും. അതായത് റെറ്റിക്കുലോസൈറ്റ്സും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ആകും. ഓക്കെ, സോ ഹീമോലൈറ്റിക് കണ്ടീഷനിലായിരിക്കും റെറ്റിക്കുലോസൈറ്റ്സ് കൂടുതലായിട്ട് കാണുന്നത്. സോ ഈ പേഷ്യന്റ് എന്തെന്ന് പറഞ്ഞു? ഫറ്റീഗ് ആൻഡ് പാലർ ബിക്കോസ് ഓഫ് അനീമിയ നമുക്ക് പറയാം. ജോണ്ടിസ് ഉണ്ട്, റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് കൂടുതലാണ്, അനീമിയ നമുക്ക് പറയാം. ആൻഡ് പെരിഫറൽ ബ്ലഡ് സ്പീറോസൈറ്റ്സ് കണ്ടീഷൻ Hereditary സ്പീറോസൈറ്റ്സ്, ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് ആയിരിക്കും. സോ എന്താണ് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് എന്ന് പറഞ്ഞാല്? ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസിലൊക്കെ സംഭവിക്കുന്നത് RBCയുടെ കോൺകേവ് ഷേപ്പ് മാറിയിട്ട് ഒരു സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും RBCയുടെ ഷേപ്പ് ഉണ്ടാകുക. ഓക്കെ, സോ സ്പെറിക്കൽ ഷേപ്പ് അഗെയിൻ സെയിം തിങ് നമ്മൾ സിക്കിൾ സെല്ലിൽ പറഞ്ഞ പോലെ തന്നെ ഒക്ലൂഷൻ സംഭവിക്കാനും ഈസിലി ആയിട്ട് ഡിസ്ട്രോയ്, അതിന്റെ നമ്മുടെ മെംബ്രെയിൻ പ്രോട്ടീൻ ഇല്ലേ, ആൻകാരിൻ സ്പെക്ട്രം, അതിനകത്തായിരിക്കും ഡിഫക്റ്റ് ഉണ്ടായിരിക്കുന്നത്. സോ അതിൽ ഡിഫക്റ്റ് ഉണ്ടാകുന്ന കാരണം ആ മെംബ്രെയിൻ വന്നിട്ട് ഫ്രജൈൽ ആയിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് സ്പെറിക്കൽ ഷേപ്പ് ഈസിലി വന്നിട്ട് എവിടെയെങ്കിലും ലോഡ്ജ് ആയിട്ട് സ്റ്റക്ക് ആയിട്ട് ആൻഡ് ഓൾറെഡി ഫ്രജിലിറ്റി ഉണ്ടായിരിക്കും. സോ ഈസിലി ആയിട്ട് ഡിസ്ട്രക്ഷൻ സംഭവിക്കും, വിച്ച് റിസൾട്ട് ഇൻ ഹീമോലൈസിസ്. ഹീമോലൈസിസ് കാരണമായിരിക്കും എന്തൊക്കെ ഉണ്ടാകുന്നത്? ജോണ്ടിസ് ഉണ്ടാകുന്നതും റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുന്നതും. ക്ലിയർ? കോറിലേഷൻ മനസ്സിലായല്ലോ, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എന്തുകൊണ്ടാണ് ഹീമോലൈസിസിൽ കൂടുന്നതെന്ന്. ഇനി ഒരു 60-year man with a history of CKD and hypertension complained of persistent tiredness. His recent blood work indicated normocytic anemia with a low reticulocyte count. What is the most likely type of anemia he is expecting? 60-year man ആണ്, CKD chronic kidney disease hypertension ഉണ്ട്, പെർസിസ്റ്റന്റ് ആയിട്ട് ടയർഡ്നെസ് കാണുന്നുണ്ട്. ബ്ലഡ് നോക്കിയപ്പോഴത്തേക്ക് നോമോസൈറ്റിക് ആയിട്ടുള്ള അനീമിയ ആണ്. സോ ടയർഡ്നെസിന്റെ കോസസ് ബിക്കോസ് ഓഫ് അനീമിയ. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് chronic disease. Anemia of chronic disease. Anemia of chronic diseases. Right. So anemia of chronic disease. Next question somewhat similar ആയിരുന്നു. A patient, രണ്ടും നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. A patient present with the microcytic hypochromic anemia. Serum iron level and TIBCs are decreased and serum ferritin is increased. Okay, serum iron level TIBC decreased ആണ്, ferritin വന്നിട്ട് increased ആണ്.
എന്തായിരിക്കും ഡയഗ്നോസിസ് അഗെയിൻ? anemia due to chronic disease. അനീമിയ ഡ്യൂ ടു ക്രോണിക് ഡിസീസ്. സോ ഈ രണ്ട് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? അനീമിയ ഡ്യൂ ടു ക്രോണിക് ഡിസീസ് ആൻഡ് അയൺ ഡെഫിഷ്യൻസി അനീമിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സെറം ഫെറിറ്റിനും TIBC. അനീമിയ ഡ്യൂ ടു ക്രോണിക് ഡിസീസിനകത്ത് സെറം ഫെറിറ്റിൻ ലെവൽ നോർമലാ അല്ലെങ്കിൽ ഇൻക്രീസ്ഡോ ആയിരിക്കും. അതായത് അയൺ ഡിപ്പോസിഷൻ ഉണ്ട്, പക്ഷെ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞു. അത് കാരണമായിരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്? അനീമിയ ഉണ്ടാകുന്നത്. സോ TIBC റെഡ്യൂസ്ഡ് ആയിരിക്കും, സെറം ഫെറിറ്റിൻ നോർമലോ ഇൻക്രീസ്ഡോ ആയിരിക്കും ഇൻ കേസ് ഓഫ് അനീമിയ ഡ്യൂ ടു ക്രോണിക് ഡിസീസ്. ഇനി അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്തായിരിക്കും? സെറം ഫെറിറ്റിൻ, അതായത് നമ്മുടെ അയണിന്റെ ഡിപ്പോസിഷൻ ഇല്ല, സോ സെറം ഫെറിറ്റിൻ ലെവൽ റെഡ്യൂസ്ഡ് ആയിരിക്കും. അയണിന്റെ സ്റ്റോറേജ് കുറവാണ്, അപ്പോൾ ഉള്ള അയണിനെ ഒക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി നോക്കും. അത് കാരണം ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി വന്നിട്ട് കൂടുതലായിരിക്കും ഇൻ കേസ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഓക്കെ. And last question, more sensitive and specific test to diagnose iron deficiency anemia ഏതായിരിക്കും? അയൺ ഡെഫിഷ്യൻസി സെറം ഫെറിറ്റിൻ ലെവൽ ആയിരിക്കും അല്ലേ? സോ സെറം ഫെറിറ്റിൻ ലെവൽ ആയിരിക്കും മോസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ടെസ്റ്റ് ഡയഗ്നോസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ.